ഓം ശാന്തി. സങ്കൽപ്പങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പിട്ട് ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മൂന്നാം നേത്രത്തിലൂടെ കാണുന്നു. ഞാൻ ദിവ്യ നക്ഷത്രമാണ്. ഞാൻ സൗഭാഗ്യശാലി ആത്മാവാണ്. സ്വയം ഭാഗ്യവിധാത ശിവബാബ വരദാനങ്ങളാൽ എൻ്റെ സഞ്ചി നിറക്കാൻ, എന്നെ രാജയോഗം പഠിപ്പിക്കാൻ എൻ്റെ അരികിൽ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ സൗഭാഗ്യമാണ്. ഞാൻ സത്യമായ മുഖവംശാവലി ബ്രാഹ്മണനാണ്. സ്വയം സൃഷ്ടിരചയിത ഭഗവാൻ എൻ്റേതാണ്. ഞാൻ സദാ ബാബയുടെ കൂടെ കമ്പൈൻഡ് ആയിരിക്കുന്നു. ഞാൻ ഈശ്വരീയ കുലത്തിലേതാണ്. പരമാത്മജ്ഞാനത്തിൻ്റെയും ഗുണങ്ങളുടെയും അവിനാശി സമ്പത്തിൻ്റെയും ഞാൻ അധികാരിയാണ്. ഇതെൻ്റെ ശ്രേഷ്ഠ ഭാഗ്യരേഖയാണ്. ഓരോ ചുവടിലും ശ്രീമതം നൽകി ബാബ എൻ്റെ ഭാഗ്യരേഖയെ സ്പഷ്ടമാക്കുന്നു. ഞാൻ ശ്രീമതമനുസരിച്ച് നടന്ന് ഉയർന്ന ഭാഗ്യമുണ്ടാക്കുന്നു. അല്പം ദുഃഖമുണ്ടാവുകയാണെങ്കിൽ ഹേ ഭഗവാനെ എന്ന് വിളിക്കുന്നത് ഭക്തിയിലെ ശീലമാണ്. ഇപ്പോൾ എന്നിൽ നിന്നും ഈ വാക്കുകൾ ഉണ്ടാകുന്നില്ല. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ മധുരമായ ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഞാൻ അവിനാശി സമ്പത്തെടുക്കാൻ ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നു. ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നതൊരു ബാബയാണ്. സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. ബാബ തന്നെയാണ് മംഗളകാരി. ബാബ വന്ന് എല്ലാവരുടെയും ജ്യോതിയെ തെളിയിച്ച് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നു. ഞാനിപ്പോൾ നരകവാസിയായിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും എന്നെ സ്വർഗവാസിയാക്കി മാറ്റുന്നു. ലോകം തീർച്ചയായും പഴയതിൽ നിന്നും പുതിയതാകും. ഇതെൻ്റെ 84 ജന്മങ്ങളിലെ അവസാന ജന്മമാണ് എന്ന സ്മൃതി ഉണ്ടായിരിക്കുന്നു. ഞാനിപ്പോൾ സ്വർഗത്തിലേക്ക് യോഗ്യനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖധാമത്തിൻ്റെ വിനാശമുണ്ടാകും. ബാബ അങ്ങൻ്റെ സത്യമായ ഗുരുവാണ്. എന്നെ പാവനമാക്കി മാറ്റുന്നു. ഇതെൻ്റെ അന്തിമ ജന്മമാണ്. ഞാനിപ്പോൾ ഈശ്വരീയ സമ്പത്തെടുക്കുന്നു. ബാബയെ ഓർമ്മിച്ച് വികർമ്മ വിനാശമാക്കി ബാബയുടെ അടുത്തേക്ക് പോകണം. ഞാൻ പഠിപ്പിൻ്റെ ആധാരത്തിൽ എൻ്റെ ഭാഗ്യത്തെ
ഉയർന്നതാക്കുന്നു. പാവനമായി തിരിച്ചു വീട്ടിലേക്ക് പോകണം. കൈകൾ കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴും ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുകുന്നു. തലകീഴായ ഒരു കാര്യവും കേൾക്കില്ല, കേൾപ്പിക്കില്ല. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സദാ തൻ്റെ പവിത്ര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ഗുണങ്ങളാകുന്ന മുത്തുകൾ പെറുക്കുന്ന ഹോളി ഹംസമാകുന്നു. ഹോളി ഹംസങ്ങളുടെ സ്വരൂപമാണ് പവിത്രത. കർത്തവ്യമാണ് സദാ ഗുണങ്ങളുടെ മുത്തുകൾ പെറുക്കുക. കക്കകൾ ഒരിക്കലും ബുദ്ധിയിൽ സ്വീകരിക്കില്ല. മോശമായത് ചിന്തിക്കരുത്, കേൾക്കരുത്, കാണരുത്, സംസാരിക്കരുത്. ഈ ആജ്ഞയെ ഞാൻ സദാ സ്മൃതിയിൽ വെച്ച് സദാ സാഗരന്റെ തീരത്ത് വസിക്കുന്നു. ഹംസങ്ങളുടെ അഭയകേന്ദ്രമാണ് സാഗരം. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഫരിസ്ത സ്വരൂപത്തിലിരിക്കുക. ഇതാണ് ബ്രഹ്മബാബയുടെ ഹൃദയത്തിനിഷ്ടപ്പെട്ട സമ്മാനം. ഓം ശാന്തി.